Hi all, welcome to Competitive Cracker. CPO വുമൺ CPO എക്സാമിൻ്റെ പരീക്ഷയിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ വർഷത്തെ CPO വുമൺ CPO എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പുതിയ ആ ഒരു ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിനെക്കുറിച്ച് പലപ്പോഴും പല ആളുകൾക്കും പല സംശയങ്ങൾ ഉണ്ടാവും. അത് ശരിക്കും ഈ ഒരു പരീക്ഷ നടന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മുൻപത്തെ ആ ഒരു IPCയും അതുപോലെ CRPC എന്നുള്ള അതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ തന്നെയാണോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഈ നമ്മുടെ പുതിയ നിയമങ്ങൾ വന്നതോട് കൂടിയിട്ട് ചോദ്യങ്ങളുടെ നിലവാരത്തിൽ ഒരു ഉയർച്ചയുണ്ടോ എന്നുള്ള കാരണമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് CPO അതുപോലെ വുമൺ CPO എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത്, നിങ്ങൾ ഈ ഒരു BNSലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ BNSൽ ഒരുപാട് ശിക്ഷകൾ ഏകദേശം 20ഓളം ഒഫൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 19ഓളം പ്രൊവിഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പല ഒഫൻസസിൻ്റെയും പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ്, ഫൈന് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് പോലെ എല്ലാ ആർട്ടിക്കിൾസും സെക്ഷൻസും ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ആർട്ടിക്കിളും പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ആർട്ടിക്കിൾസും പഠിക്കുന്ന പോലെ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ആ ഒരു പഠനം കൊണ്ട് ഒരു യൂസ്ലെസ് എഫേർട്ട് ആയിരിക്കും, നമുക്കൊരു ഉപകാരമില്ലാത്ത എഫേർട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് പരീക്ഷകളുടെ CPO മുൻ വർഷങ്ങളിലെ CPO, വുമൺ CPO, അതുപോലെ ഈ പോലീസ് ഡ്രൈവർ എക്സാമിൻ്റെ അതായത് ഈ ഒരു യൂണിഫോം പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുടെ ആ ഒരു ലാസ്റ്റ് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കും. അതിൽ പോക്സ് ആക്റ്റുകളുണ്ട്, വിവരാവകാശമുണ്ട്, ഇതുപോലെ പോലീസ് ആക്ട്, അതുപോലെ തന്നെ ഈ CRPC, IPC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ ആശയം വ്യക്തമാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഭരണഘടനയിലെ ഒരു കാര്യം പറയുകയാണ്. അതായത് ഭരണഘടനയിൽ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ ഒരു 21 എടുക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ ആ ആർട്ടിക്കിൾ ചോദിക്കാതെ, ആ ആർട്ടിക്കിൾ അതായത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്, അങ്ങനെ ഒരു ആർട്ടിക്കിൾ ചോദിക്കാതെ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വലിയ വിശാലമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിത പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ അവകാശം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നത് ചോദിക്കുന്നത് പ്രകാരം ഈ ആർട്ടിക്കിൾ 21 കുറിച്ച് നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള ധാരണയുണ്ടോ എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ മെജോറിറ്റിയും വരിക. ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ BNSലെയോ അല്ലെങ്കിൽ BNSSലെയോ BSA എന്ന് പറയുന്ന ഭാരതീയ സാക്ഷ്യ, ഇതിലൊക്കെ പ്രത്യേക വകുപ്പുകൾ, ഇന്ന കുറ്റവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിമിനൽ ഏജ് അല്ലെ, ആ ഒരു കുട്ടികൾക്ക് ക്രിമിനൽ ഏജ് തുടങ്ങുന്ന പ്രായപരിധി, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണോ, ഇങ്ങനെ ചോദിക്കാതെ ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള ധാരണയുണ്ടോ, സെക്ഷൻ 72 പ്രകാരം പറയുന്ന കുറ്റത്തിന് എന്താണ് തടവ്, അപ്പോൾ അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ വിശാലമായിട്ടുള്ള ഐഡിയ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് മെജോറിറ്റിയും ചോദിക്കാറ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വകുപ്പ് കോൺസെൻട്രേറ്റ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന പോലെ ഓരോ ആർട്ടിക്കിൾ പഠിക്കുന്നു, അതിൻ്റെ ആർട്ടിക്കിൾ കാണാപ്പാഠം പഠിക്കുന്നു, അങ്ങനെ പഠിക്കാതെ ഒരു ആർട്ടിക്കിൾ പഠിക്കുകയാണെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വശവും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക.
ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും നിങ്ങളുടെ പരീക്ഷകൾ ചോദിക്കാൻ സാധ്യത. പിന്നെ ഞാൻ ഈ ഒരു എക്സാമിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് ആ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മുൻപ് നമ്മുടെ IPC എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1880-കളിലൊക്കെ പുറത്തിറങ്ങിയ ആ ഒരു പീനൽ കോഡാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴെന്താണ്, ആ BNS വന്ന പ്രകാരം ഡെഫിനിഷനിൽ എന്ത് പറയുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഡെഫിനിഷന്റെ ഭാഗത്ത് കൃത്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന ഡെഫിനിഷൻസ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ധാരണ വേണം. അതുപോലെ തന്നെ മുൻപ് IPCയിലെ സെക്ഷൻ 53-ൽ പറഞ്ഞിരുന്ന ആ പണിഷ്മെന്റ് ഉണ്ടല്ലോ, 5 ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്, അതിപ്പോ 6 BNSൽ 6 കമ്മ്യൂണിറ്റി ഹെൽപ്പ് എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു ഒഫൻസ് കൂടി, പുതിയൊരു പണിഷ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സെക്ഷൻ 4-ലാണ് ആ ഒരു പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതിനെ ഓരോ സെക്ഷൻസ് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്രിമിനൽ മൈൻഡ് തുടങ്ങുന്ന ആ ഒരു പ്രായത്തിന്റെ പരിധി അല്ലെ 7 വയസ്സാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 4-ലായിരുന്നു മുൻപ് IPCയിൽ പറഞ്ഞത്, 76 തൊട്ടിട്ട് 106 വരെ. ഇപ്പോൾ ചാപ്റ്റർ 3-ലാണ് 14 തൊട്ട് 44 വരെയുള്ള ചാപ്റ്റർ 3-ലാണ് BNSൽ അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ 376 DA DB ഇതൊക്കെ IPCയിൽ ഉണ്ടായിരുന്ന 376 DA DB അതിന്റെ പണിഷ്മെന്റിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 12ഉം 16ഉം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജ് കാറ്റഗറി തിരിച്ചിട്ടാണ് പണിഷ്മെന്റ് ഉണ്ടായിരുന്നത്. പക്ഷെ BNSലേക്ക് വന്നപ്പോൾ അത് എന്താണ്, നമ്മുടെ ഒറ്റ രീതിയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഫൈന്, ഇംപ്രിസൺമെന്റ്, ഡെത്ത് ഓർ ഡെത്ത്. അതായത് 16, 12 ഇങ്ങനെ കാറ്റഗറി എടുത്തു പറയാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എങ്ങനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഒറ്റ രീതിയിൽ പറയുകയാണ്. അതായത് അവിടെ പ്രൊവിഷൻസ് വെട്ടിക്കുറച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഇത് പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ പ്രധാനമായിട്ടും സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാകാം. എന്നാൽ മറ്റ് അപ്രസക്തമായിട്ടുള്ള വകുപ്പുകളെല്ലാം എന്താണ് ഇതുപോലെ കാണാപ്പാഠം വകുപ്പ് എന്ന് പറയുമ്പോൾ അതിന് നമ്പർ 78, 79 അങ്ങനെ പഠിക്കാതെ എന്താണ് ആ ഒരു ശിക്ഷയുടെ രീതി അല്ലെങ്കിൽ എത്ര വർഷമാണ്, അതിനെ അത്രയും വിശാലമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യത. കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവുണ്ടോ എന്നതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുമ്പോൾ അങ്ങനെ വളരെ പ്രസക്തമായി നിങ്ങൾ PYQ നോക്കുമ്പോൾ ഒരുപാട് സെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശാലമായിട്ടുള്ള ഐഡിയ നിങ്ങൾ കരുതുക. അതിന്റെ ശിക്ഷയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, കുറക്കാൻ സാധ്യതയില്ല, ഫൈനുകളിൽ ഇൻക്രിമെന്റ് വന്നിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത്തവണത്തെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന എക്സാം ആണ്. കുറച്ച് കഷ്ടപ്പെടും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു എക്സാം ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. നമ്മൾ പണ്ട് PSC എക്സാമിലൊക്കെ കേരള ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആക്ട് ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. സിവിക്സ് ഒക്കെ വന്ന സമയത്ത് ഒരു സോഴ്സ് അല്ലേ, അത്രയും കാലം പഠിച്ചു വന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊന്ന് മാറിയപ്പോൾ നമുക്ക് എവിടെയാണ് ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് ധാരണ ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. BNS വന്ന ശേഷം നമുക്ക് അറിയില്ല എങ്ങനെ ചോദ്യം വരും അല്ലെ, അതിനെക്കുറിച്ചൊരു ധാരണയില്ല. നമ്മൾ IPC പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. അത് നല്ല രീതി തന്നെയാണ്. എന്നാൽ കൂടി 1-2 എക്സാം നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു എക്സാം ഈ ഒരു BNSൽ നിന്ന് അല്ലെങ്കിൽ BNSSൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നതിനെ കുറിച്ചൊരു ധാരണ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ലതായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ പഠിച്ചു കാര്യം കൃത്യമായിട്ട് ഓർത്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും 1-2 എക്സാമുകൾ കഴിയുവാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ആവൂല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കേരള PSCയിൽ സിവിക്സും കേരള ഗവേണൻസ് കൂടുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ടോപ്പിക്. പക്ഷെ ഇപ്പോൾ കേരള ഗവേണൻസ് എല്ലാവർക്കും സുപരിതമായി എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായി. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ചാൻസ് തന്നെയാണ്. കാരണം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് വരുന്നതോട് കൂടിയിട്ട് എങ്ങനെ ചോദിക്കും എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. അത് തന്നെയാണ് അവിടുത്തെ ഒരു കീ ഫാക്ടർ. അത് ആരാണോ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർ നന്നായിട്ട് സ്കോർ ചെയ്യും, അവർ നല്ല രീതിയിൽ മുന്നോട്ടെത്താൻ സാധ്യതയുണ്ട്.
അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആ ഒരു സെക്ഷനെ കുറിച്ച് വിശാലമായിട്ടുള്ള ഒരു ഐഡിയ വേണം എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. പിന്നെ പോക്സോ ആക്ട്, ഇൻഫർമേഷൻ ആക്ട്, IT ആക്ട് അവിടെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വകുപ്പുകളുണ്ട്. പ്രത്യേകിച്ച് IT ആക്ട് ഒക്കെ ആണെങ്കിൽ 66, 67, ഇൻഫർമേഷൻ ഒക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും അതൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. എന്താണ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ എത്ര ദിവസത്തെ കാലാവധി ഉണ്ട്, ഇതൊക്കെ എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് നേടാൻ സാധിക്കും. സ്പെഷ്യൽ ടോപ്പിക് ഇത്തവണത്തെ ഒരു റാങ്ക് മേക്കിംഗ് തന്നെയാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് സിലബസിൽ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലപോലെ പഠിക്കുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്, പ്രത്യേകിച്ച് BNS ഒക്കെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ശിക്ഷകളും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ CPO വുമൺ CPO എക്സാമിലേക്കുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്പ് ക്ലാസ്സും അതുപോലെ തന്നെ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.